ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മാമ്പഴം കൊണ്ടുള്ളൊരു മാമ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായി പഴുത്തപ്പോൾ ഞാനതുകൊണ്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ എല്ലാവർക്കും നല്ല ഫേവറേറ്റ് ഡിഷാണ് കേട്ടോ മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ മാമ്പഴം 3 എടുത്തു. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതിനെ വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ ഗ്യാസ് സ്റ്റൗവൊക്കെ കത്തിച്ചു വയ്ക്കുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു അര സ്പൂൺ, വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതേപോലെ മുളക് പൊടി, ഇത് രണ്ടുമാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. വേറെ മസാല കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. എന്നിട്ട് ശേഷം നമുക്കതിന് കുറച്ച് ഉപ്പുകൂടെ ഇട്ടിട്ട് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നല്ലപോലെ തിളയ്ക്കണം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ്, അതായത് മധുരവും ഉപ്പും കൂടെ നന്നായി ടാൻജൻറ്റ് ചെയ്ത് നിൽക്കണം. ആ ഒരു ബാലൻസിങ് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. മുളക് പൊടി, ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായി ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, അതൊന്ന് തിള വരട്ടെ. ആ സമയം കൊണ്ട് എക്സ്ട്രാ ഉണ്ടായിരുന്ന കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കഴിക്കാൻ വേണ്ടി മുറിച്ചാട്ടോ. അപ്പോൾ നിങ്ങളെ കാണിച്ചു തന്നു. നല്ല കളറും നല്ല മധുരമൊക്കെ ഉണ്ട്. അപ്പോൾ നന്നായിട്ട് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ആ സമയം കൊണ്ട് ഞാൻ തേങ്ങ പൊട്ടിച്ചുകൊണ്ടിട്ടുണ്ട്. അപ്പോൾ തേങ്ങ പൊട്ടിച്ചുകൊണ്ടിരുന്ന ഇപ്പോഴാണ്. അപ്പോൾ നമുക്കതിനൊന്ന് ചിരവിയെടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് വെല്ലം അല്ലെങ്കിൽ ശർക്കര, കരിപ്പട്ടി ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. മധുരത്തിന് വേണ്ടിയിട്ട് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. നല്ല മധുരം ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അതല്ലാത്തവർക്ക് മാങ്ങയിലെ മധുരം മതി എന്നുള്ളവർക്ക് അത് മതി കേട്ടോ. ഷുഗറൊക്കെ ഉള്ളവർക്ക് അധികം മധുരമൊന്നും വേണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി വെച്ചു. അപ്പോൾ ആ മധുരമൊക്കെ ഇട്ട ശേഷം തിളച്ച് വരുമ്പോൾ ഒരു മണമില്ലേ, അടിപൊളി മണം കേട്ടോ. തേങ്ങയും കൊച്ചുള്ളിയും കൂടെ നമ്മൾ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് അരയ്ക്കണം കേട്ടോ. അതിന് ശേഷം ഒന്ന് തിളച്ചിങ്ങനെ വരാനായിട്ട് ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. എനിക്ക് നല്ല മണമാണ്. പിന്നെ നമ്മുടെ മാങ്ങ ഏതാണോ എടുക്കണം അതിനനുസരിച്ചുള്ള മണമാണ്. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കണ തൈരാണ്. അപ്പോൾ ഈ തൈരും കൂടെ ഒന്ന് കയ്യിലുകൊണ്ട് ഉടച്ചെടുക്കുക, അല്ലെങ്കിൽ കടോലോ മിക്സിയിലൊക്കെ ഇട്ടോ നമുക്കൊന്ന് ഉടച്ചെടുക്കാം. കട്ടയുള്ളതിനേക്ക് ഒന്ന് ഉടച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് കറിയിലേക്ക് അത് കുറച്ച് ഒഴിച്ചെടുക്കാം കേട്ടോ. പുളിയുള്ളതിനനുസരിച്ച്. വീട്ടിലുണ്ടാക്കുമ്പോൾ നല്ല പുളിയൊക്കെ ഉണ്ടാവും, നല്ല തൈരായിരിക്കുമല്ലോ. അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അത് ഒരുപാട് തിളച്ച് പൊന്താൻ പാടില്ല. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ആ ഒരു ഇതിൽ തന്നെ അത് അതിലേക്ക് സ്യൂട്ടായി മാറും. പിന്നെ കടുക് താളിക്കണം. അത് ഇറക്കി വെച്ച ശേഷം കുറച്ച് തണുത്ത ശേഷം കേട്ടോ കടുകും ഉലുവയും കപ്പലമുളകും കറിവേപ്പില, ഇതാണ് ഞാൻ യൂസ് ചെയ്യണേ. കണ്ടില്ലേ എൻ്റെ കറി നല്ല ഭംഗിയുണ്ട്. ഇതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ചൂടോടെ കഴിക്കാനും ചൂടാറിയിട്ട് കഴിക്കാനൊക്കെ നന്നായിട്ടിരിക്കും കേട്ടോ.